സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഉപയോഗിച്ച് മുൻ UDF സർക്കാരിനെ പരസ്യമായി പരിഹസിക്കാനും താറടിക്കാനും സർക്കാർ നടത്തിയ നീക്കം വൻ രാഷ്ട്രീയ വിവാദത്തിലേക്ക്. സർക്കാരുകൾക്ക് തുടർച്ചയുണ്ടെന്ന ജനാധിപത്യ തത്വം മറികടന്ന് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തുന്ന രീതി അസാധാരണമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അധികാരം മാറിയാൽ ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും അവർക്ക് പണിയുറപ്പാണെന്നും പ്രതിപക്ഷം പരസ്യമായി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പ്രമുഖ പത്രങ്ങളിൽ വന്ന PRD പരസ്യമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. 10 വർഷം മുൻപുള്ള പത്രവാർത്തകളുടെ മാതൃകയിൽ ലോഡ് ഷെഡിംഗ്, ട്രഷറി പൂട്ടൽ, സ്കൂൾ അടച്ചുപൂട്ടൽ തുടങ്ങിയ നെഗറ്റീവ് വാർത്തകൾ കുത്തിനിറച്ച ഒരു പേജും അതിന് തൊട്ടടുത്ത പേജിൽ പിണറായി സർക്കാർ ഇതെല്ലാം ശരിയാക്കി എന്ന അവകാശവാദവുമാണ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്നതിന് പകരം മുൻ സർക്കാരിനെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് പരിഹസിക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMന്റെ പ്രചാരണ വിഭാഗമായി PRD അധപ്പതിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഈ ഹീനമായ പരസ്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. നാട്ടുകാരുടെ പണം ഉപയോഗിച്ചാണ് CPM തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് തരംതാണ പ്രചാരണം നടത്തുന്നവർക്ക് രക്ഷയുണ്ടാകില്ല. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും, VD സതീശൻ പറഞ്ഞു. ദേശാഭിമാനിയിലെ വാർത്തകൾ സർക്കാർ പരസ്യമായി നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്നും അടുത്ത സർക്കാരിന്റെ തലയിൽ കോടികളുടെ കടബാധ്യത വെച്ചുകെട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മരിച്ച ശേഷവും സർക്കാർ വേട്ടയാടുകയാണെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. UDF കാലം ഇരുളടഞ്ഞതായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ കോടികളാണ് പ്രതിച്ഛായ നിർമ്മിതിക്കായി ചെലവാക്കുന്നത്. ഡോക്ടർമാരും ആശാപ്രവർത്തകരും കൂലി വർധനവിനായി തെരുവിൽ നിൽക്കുമ്പോഴാണ് ഈ ധൂർത്തെന്ന് അദ്ദേഹം പരിഹസിച്ചു. സർക്കാരുകൾ രാഷ്ട്രീയ പാർട്ടികളുടേതല്ല, മറിച്ച് ജനങ്ങളുടേതാണ്. മുൻകാല തീരുമാനങ്ങളെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിഹസിക്കുന്നത് ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്തതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മുൻപ് 2050-ലെ AI ലോകത്തെക്കുറിച്ച് നൽകിയ പരസ്യ മാതൃക ഇത്തവണ രാഷ്ട്രീയ എതിരാളികളെ താറടിക്കാൻ ഉപയോഗിച്ചതാണ് വിവാദമായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പരസ്യം വലിയ നിയമ പോരാട്ടങ്ങൾക്കും ഭരണതലത്തിൽ വലിയ അഴിച്ചുപണികൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പായി.